ന്യൂസ് റൂം ലൈവ് തുടരുന്നു. പ്രധാന വാർത്തകൾ. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠ നാളെ. മുഹൂർത്തം 12:15-നും 12:45-നും മധ്യേ. സാക്ഷ്യം വഹിക്കാൻ 55 രാജ്യങ്ങളുടെ പ്രതിനിധികൾ. കനത്ത സുരക്ഷാ വലയത്തിൽ നഗരം. പ്രധാനമന്ത്രിയുടെ തമിഴ്നാട് സന്ദർശനം തുടരുന്നു. ധനുഷ്കോടി കോദണ്ഡ രാമസ്വാമി ക്ഷേത്രത്തിലെത്തും. നാളെ രാവിലെ അയോധ്യയിൽ. നിഖിലിനെ രാജ്ഭവനിലേക്ക് ക്ഷണിച്ച് ഗവർണർ. ഇന്ന് 12:30 കുടുംബസമേതം രാജ്ഭവനിലെത്തും. നിഖിൽ എന്ന ചേട്ടച്ചനെ മലയാളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയത് ന്യൂസ് 18 പാഠം 4. കരിപ്പൂരിൽ സ്വർണ്ണക്കടത്തുകാരുടെ പുതുതന്ത്രം പൊളിച്ച് കസ്റ്റംസ്. സ്വർണം ഒളിപ്പിച്ചത് ഈന്തപ്പഴക്കുരുവിലും ഇലക്ട്രിക് ഉണ്ണിയപ്പച്ചട്ടിയിലും. പിടികൂടിയത് 1 കോടിയിലധികം രൂപയുടെ സ്വർണം. മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് തെറ്റ്. ഈ ബസ് ലാഭകരമെന്ന് KSRTC വാർഷിക റിപ്പോർട്ട്. 9 മാസത്തിനിടെ 2,88,00,000 ലാഭം. കുഞ്ചൻ നമ്പ്യാരെ അവഗണിച്ച് സർക്കാർ. കിള്ളിക്കുറിശിമംഗലത്തെ സ്മാരകം സംരക്ഷിക്കാൻ നടപടിയില്ല. ശമ്പളം കിട്ടാതെ കലാധ്യാപകർ കൂട്ടാവധിയിൽ. സാംസ്കാരിക വകുപ്പ് പ്രതിക്കൂട്ടിൽ. സിനഡ് സർക്കുലറിനെ ചൊല്ലി വൻ തർക്കം. അങ്കമാലി അതിരൂപത പള്ളികളിൽ പലതിലും വായിച്ചില്ല. കിഴക്കമ്പലം സെന്റ് ആന്റണീസ് പള്ളിയിലും മലയാറ്റൂർ പള്ളിയിലും പ്രതിഷേധം. വയനാട്ടിൽ പോലീസുകാരനെ പരസ്യമായി മർദ്ദിച്ച SI. തല്ല് വാഹനത്തിൽ നിന്നിറങ്ങാത്തതിന് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി സ്പെഷ്യൽ ബ്രാഞ്ച്. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠ നാളെ. Pran Pratishtha coverage powered by Sterlite. Fall in love with your home. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിനൊരുങ്ങിയ അയോധ്യ. നാളെ പകൽ 12:15-നും 12:45-നും ഇടയിലാണ് പ്രതിഷ്ഠാ ചടങ്ങ്. പ്രാൺ പ്രതിഷ്ഠ കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ വലയത്തിലാണ് അയോധ്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ അയോധ്യയിലെത്തും. പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ശേഷം ദർശനം നടത്താമെന്ന കണക്കുകൂട്ടലിൽ ആയിരങ്ങൾ നഗരത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ വലിയ ഒരുക്കത്തിലേക്ക് അയോധ്യ കടക്കുകയാണ്. ഇനി 24 മണിക്കൂർ മാത്രമാണ് പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ബാക്കിയുള്ളത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരുക്കം അയോധ്യയിൽ നടക്കുകയാണ്. നാളെ 12:15-നും 12:45-നും ഇടയിലായിരിക്കും അവിടെ പ്രതിഷ്ഠ നടക്കുക. പ്രധാനമന്ത്രി ഇന്ന് അയോധ്യയിൽ എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചതെങ്കിലും പിന്നീട് ആ ഷെഡ്യൂളിൽ മാറ്റം വരികയായിരുന്നു. തമിഴ്നാട്ടിലെ ക്ഷേത്ര സന്ദർശനം മോദി ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അതിനുശേഷം നാളെ രാവിലെയായിരിക്കും അദ്ദേഹം അയോധ്യയിൽ എത്തുക. മറ്റ് നിരവധി പ്രമുഖർ ഈ ചടങ്ങിന്റെ ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ അയോധ്യയിൽ നിന്നും ചേരുന്നുണ്ട്. രഞ്ജിത്ത്, വലിയ ഒരുക്കങ്ങളിലാണ് അയോധ്യ. പോകാം അവിടുത്തെ കാഴ്ചകളിലേക്ക്. തീർച്ചയായും വലിയ ഒരുക്കത്തിലാണ്. നമ്മൾ ഇതുവരെ നമുക്ക് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം കൂടിയാണ്. ഇത്ര വലിയ ഒരു സംവിധാനങ്ങളിൽ ഉത്സവ അന്തരീക്ഷത്തിൽ ഒരു നഗരം മുഴുവൻ ഇങ്ങനെ ശ്രീരാമ പട്ടാഭിഷേകത്തിനായി ഒരുങ്ങുന്നു എന്നുള്ളത്. വലിയ തോതിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ വലിയ ആളുകളുടെ ഒരു കൂട്ടം. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എത്രയോ 10,000-കണക്കിന് ആളുകൾ അയോധ്യ ഈ രാമവീഥിയിലൂടെ ക്ഷേത്ര നഗരിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. കാരണം അങ്ങോട്ടേക്ക് ഇപ്പോൾ പ്രത്യേക പാസ്സുള്ളവരെ മാത്രം, അയോധ്യയിൽ പ്രത്യേക പാസ്സുള്ളവരെയാണ് അകത്തേക്ക് കയറ്റുന്നത് എന്നുള്ള പഴുതടച്ച തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ. പ്രവേശന പാസോ ക്ഷണക്കത്തോ ഇല്ലാത്തവരെ ക്ഷേത്ര പരിസരത്ത് പോലും പ്രവേശിപ്പിക്കില്ല എന്നുള്ള സംവിധാനത്തിലാണ് പോലീസ്. പക്ഷെ അപ്പോഴും ഒരുപാട് ജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകുന്നു, തഴിച്ചു കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം, ദൃശ്യങ്ങളിലടക്കം കാണാം. നാളെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ 10:25-നുള്ള വിമാനത്തിലാണ് ഇവിടെ എത്തുക. ഇവിടെ തിങ്കളാഴ്ച രാവിലെ 10:25 ഹെലിപ്പാഡിൽ മോദി ഇറങ്ങും. 10:55 രാമക്ഷേത്രത്തിൽ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് വൈകിട്ട് അയോധ്യയിൽ എത്തുന്നതായിരുന്നു വിവരം, പക്ഷെ അതൊക്കെ മാറിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ഇപ്പോൾ തമിഴ്നാട്ടിൽ ആത്മീയ തീർത്ഥാടനം തുടരുകയാണ് പ്രധാനമന്ത്രി എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രാണപ്രതിഷ്ഠയിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. പഴുതടച്ച സുരക്ഷാ ക്രമീകരണത്തിലാണ് അയോധ്യ ഉള്ളത്. ക്ഷണിക്കപ്പെട്ട അതിഥികളും തീർത്ഥാടകരും ക്ഷേത്ര നഗരത്തിലേക്ക് എത്തിത്തുടങ്ങി. പ്രവേശന പാസോ ക്ഷണക്കത്തോ ഇല്ലാത്തവരെ ഇന്നു മുതൽ പ്രവേശിപ്പിക്കില്ല. നാളെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങുന്നത് വരെ ഈ നിയന്ത്രണം തുടരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാളെ പങ്കെടുക്കുന്ന അതിഥികളോട് രാവിലെ 11 മണിക്ക് മുൻപ് തന്നെ ക്ഷേത്രത്തിൽ എത്തണം എന്ന് അറിയിച്ചിട്ടുണ്ട്. 11:30 മുതൽ 12:30 വരെ 1 മണിക്കൂർ നീളും ചടങ്ങാണ്. 1 മണിയോടെ ചടങ്ങുകൾ അവസാനിക്കുമെന്നാണ് വ്യക്തമാകുന്നത്. 12:30-ക്ക് പ്രധാനമന്ത്രി അതിഥികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. 10,000-ലേറെ പോലീസുകാരുടെ സുരക്ഷാ വലയത്തിൽ കൂടിയാണ് അയോധ്യ. സുരക്ഷയ്ക്ക് ആയിരക്കണക്കിന് ആളുകളെ നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മറ്റ് പ്രധാനപ്പെട്ട വിവരം. ദീപാലങ്കാരങ്ങളും വിവിധ പരിപാടികളുമായി ഉത്സവ അന്തരീക്ഷത്തിലാണ് അയോധ്യ ഉള്ളത്. അയോധ്യയിലെ പ്രാൺപ്രതിഷ്ഠ നടക്കുന്ന ഇത് പ്രമാണിച്ച് നാളെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഉച്ചവരെ അവധിയാണ്. ഒപ്പം വിവിധ സംസ്ഥാനങ്ങളിൽ അവധി പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. അങ്ങനെ അയോധ്യയിലാകട്ടെ ഇപ്പോൾ ക്ഷേത്രത്തിൽ പൂജാ ചടങ്ങുകൾ പുരോഗമിക്കുന്ന കാഴ്ചകൾ കൂടിയുണ്ട്. പ്രധാനപ്പെട്ട പൂജാ ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ് അയോധ്യ ക്ഷേത്രത്തിൽ. അത് ഈ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹം അതുമായി ബന്ധപ്പെട്ട ഈ താന്ത്രിക വിധി പ്രകാരമുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. 200ഓളം സന്യാസിമാർ അതിന് നേതൃത്വം നൽകുന്നുമുണ്ട്. അങ്ങനെ ഒരുപാട് ക്രമീകരണങ്ങളിലാണ് നഗരം. പഴുതടച്ച സുരക്ഷയുണ്ട്. ഇപ്പോൾ നമുക്ക് പറ്റി മനസ്സിലാക്കുന്നത് കേരളത്തിൽ നടക്കുമുള്ള അതിഥികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. വളരെ ചുരുക്കം അതിഥികൾ മാത്രമാണ് കേരളത്തിൽ നിന്ന് വരുന്നത്. അവരുടെ പേരുവിവരങ്ങളൊക്കെ നമുക്ക് ഏതാണ്ട് ലഭ്യമായിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ മാതാ അമൃതാനന്ദമയിയുടെ ഭാഗത്ത് നിന്ന് അമൃത സ്വരൂപാനന്ദപുരി അദ്ദേഹം ഇപ്പോൾ വിമാനത്താവളത്തിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം ശ്രീജിത്ത് പണിക്കർ വനനിരീക്ഷകൻ നിരീക്ഷകൻ അദ്ദേഹം ഇവിടെ എത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അതിഥിയായി PT ഉഷ ഒളിമ്പ്യൻ PT ഉഷ MP ആണ്. PT ഉഷയുടെ സാന്നിധ്യവും ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. KK നായരുടെ ചെറുമകൻ ഇവിടെ എത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. TS കല്യാണരാമൻ അദ്ദേഹം കല്യാൺ ജുവലറിയുടെ ഉടമ അദ്ദേഹം എത്തുന്നുണ്ട്. ഒപ്പം ജസ്റ്റിസ് KS രാധാകൃഷ്ണനും എത്തും എന്നറിയുന്നു. ഇവരാണ് കേരളത്തിൽ നിന്നെത്താൻ സാധ്യതയുള്ള പ്രമുഖർ. മോഹൻലാൽ അടക്കമുള്ളവർക്ക് ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും അവരാരും എത്തില്ല എന്നുള്ളതാണ് വിവരം. പക്ഷേ ഒരുപാട് VVIPകൾ അല്ലാതെ തന്നെ ഇവിടേക്ക് എത്തുന്ന കാഴ്ചകൾ കൂടിയുണ്ട്. അതിനെ പ്രധാനമായും അമിതാഭ് ബച്ചനെ പോലെയുള്ള ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം അമിതാഭ് ബച്ചൻ ഇവിടെ സ്ഥലം വാങ്ങിയതൊക്കെ വലിയ വാർത്തയായ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നു. ഏതാണ്ട് 54 രാജ്യങ്ങളിൽ നിന്നായി 100 പ്രതിനിധികൾ ഉണ്ടാകും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. 54 രാജ്യങ്ങളുടെ പ്രതിഷ്ഠ ചടങ്ങിന് 100 പ്രതിനിധികൾ പങ്കെടുക്കും. US, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, മൗറീഷ്യസ്, ആഫ്രിക്ക തുടങ്ങിയ സർക്കാർ പ്രതിനിധികൾക്ക് രാമക്ഷേത്ര ട്രസ്റ്റ് ക്ഷണം അയച്ചിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 506 അതിഥികളും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ക്ഷമിക്കണം, കനത്ത പൊടിയാണ് ഇവിടെ, അതിൻ്റെയാണ് ഈ ചുമ. വിവിധ സംസ്ഥാനങ്ങളിലായി 506 അതിഥികൾ പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് മറ്റ് കാര്യം റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയുടെ സാന്നിധ്യം ഇവിടെ പ്രതീക്ഷിക്കുന്നു. ബോളിവുഡ് താരം അമിതാഭ് ബച്ചനും സംസ്ഥാന അതിഥികളുടെ പട്ടികയിലുണ്ട്. അജയ് ദേവഗൺ, അക്ഷയ് കുമാർ, അല്ലു അർജുൻ, മോഹൻലാൽ, അനുപം ഖേർ, ചിരഞ്ജീവി എന്നിവരെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ അവരിൽ ആരൊക്കെ പങ്കെടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. വിവിധ തരത്തിലുള്ള നമുക്ക് ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ദൃശ്യങ്ങളിലൊക്കെ കാണാം. സ്ത്രീകളടക്കം അങ്ങോട്ടേക്ക് രാമ സ്ഥലത്തേക്ക് अरे किधर जा रहे हैं? जी हम लोग जा रहे हैं साकेत. हम लोग का प्रोग्राम लगा हुआ साकेत. देर हो रहा है. साकेत അങ്ങനെ വിവിധ വേഷഭൂഷാദികളിൽ ആളുകൾ പോകുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. അങ്ങനെ ഈ അയോധ്യയിലെ വാഹനങ്ങൾക്ക്, പാസില്ലാത്ത വാഹനങ്ങൾക്ക് ഇവിടെ പൂർണ്ണമായും പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സുഗമമായി യാത്ര ചെയ്ത് പോകാൻ പറ്റും ഈ രാമവീഥിയിലൂടെ. ഇവിടെ ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയാണ് രാമക്ഷേത്രമുള്ളത്. അങ്ങനെ ഒരുക്കങ്ങളെല്ലാം അന്തിമ ഘട്ടത്തിലാണ്. കഹാഞ്ചാരേ अकेले नहीं, मम्मी है रामक्षेत्र जा रहे देखा साकेत जा रहे प्रोग्राम करने. അതാണ് അവസ്ഥ. ഇതൊക്കെയാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻസ്. രഞ്ജിനി. രഞ്ജിത്ത്, അവിടെ നിന്ന് വ്യക്തമാക്കിയ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഈ ആളുകൾ ഇങ്ങനെ നിരവധിയായി എത്തുന്നുണ്ടല്ലോ രഞ്ജിത്ത് അയോധ്യയിലേക്ക്. പക്ഷേ ഇപ്പോൾ ക്ഷേത്രത്തിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യമൊക്കെയുണ്ട്. നാളെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ അവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് അതിൻ്റെ ഭാഗമാകാൻ കഴിയുക. അപ്പോൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ട്, രാജ്യത്തിന് പുറത്തു നിന്ന് ആളുകൾ എത്തുന്നുണ്ട്. ഇവരൊക്കെ ഈ നിയന്ത്രണമൊക്കെ മാറിയ ശേഷം ദർശനം നടത്തി മടങ്ങാൻ അങ്ങനെ ഒരു പദ്ധതിയാണോ ഈ വരുന്നവർക്കെല്ലാം ഉള്ളത്? ഈ കുറച്ച് ദിവസം അയോധ്യയിൽ തങ്ങി മടങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ആളുകൾ ഇങ്ങനെ പുറത്തുനിന്ന് അടക്കം എത്തിക്കൊണ്ടിരിക്കുന്നത്?
അല്ല, ഇന്ന് നാളെ 3 ദിവസവും സാധാരണ ജനങ്ങൾക്ക് അയോധ്യ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് നാളെയാണ് പ്രവേശനമുള്ളത്. ഇന്ന് അതിവിശിഷ്ടമായ പൂജാ ചടങ്ങുകൾ അയോധ്യ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അത് ഈ സരയൂ നദിയുടെ ജലം ഉപയോഗിച്ചുള്ള ശുദ്ധീകരണ പ്രക്രിയകൾ, ഒപ്പം രാമന്റെ പുതിയ വിഗ്രഹം അത് ഈ ശ്രീകോവിലിൽ കൊണ്ടുവച്ചുള്ള പ്രത്യേക പൂജാ കാര്യങ്ങൾ, അതിനൊക്കെ കാശി മഠാധിപതി അടക്കം, കാശിയിലെ പ്രധാന സന്യാസിമാരടക്കമാണ് അതിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെ ഉള്ള പൂജാകർമ്മങ്ങൾ നടക്കുന്നതിനാൽ ആളുകൾക്ക് പ്രവേശനമില്ല. നാളെ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികൾ, അത് 7000-ഓളം പേർ ഉണ്ടാകും, ക്ഷണിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ നിന്നുള്ളവർ. അവരിൽ എത്ര പേർ പങ്കെടുക്കുമെന്ന കാര്യമൊക്കെ നാളെ വ്യക്തമാവുകയുള്ളൂ. 7000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പരിപാടികളാണ് അവിടെ നടക്കുന്നത്. ഒപ്പം നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖ്യ കാർമ്മികത്തിലാകും നാളെ ചടങ്ങുകൾ പുരോഗമിക്കുക. അതിനൊപ്പം UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSSന്റെ സർവ്വസംഘചാലക് മോഹൻ ഭാഗവത്, ഒപ്പം ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റ്, ഒപ്പം മുഖ്യ പൂജാരി എന്നിവർക്ക് മാത്രമാണ് ശ്രീകോവിലിനുള്ളിൽ പ്രവേശനമുള്ളത്. 12:30 മണിക്ക് ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് അതിന് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സർക്കാർ. ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ താമസ സൗകര്യം അടക്കം ഒരുക്കിയിട്ടുണ്ട് സർക്കാർ. അവർ ഹോട്ടലുകൾ, മുറികൾ ഏറ്റെടുത്തിരിക്കുന്നു. ഒപ്പം ഇവിടെ ഈ ടെന്റ് സിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ കാര്യമായ തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാണ് സർക്കാർ ഇവരെയൊക്കെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഒപ്പം നമ്മുടെ ഈ ലക്നൗ മുതൽ അയോധ്യ വരെയുള്ള സ്ഥലങ്ങളിൽ ഗ്രീൻ കോറിഡോർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വരുന്ന VIP അതിഥികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഇങ്ങോട്ടേക്ക് കടത്തി വിടുന്ന തരത്തിലുള്ള ഗ്രീൻ കോറിഡോർ സംവിധാനമുണ്ട്. അതിലൂടെയാണ് അവരെ കൊണ്ടുവരിക. ഒപ്പം സർക്കാരിന്റെ നിർദ്ദേശമുള്ളത്, ഒരു തരത്തിലും സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വേണം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാണെങ്കിലും സാധാരണക്കാരെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ അനവധിയായ പ്രക്രിയയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അയോധ്യ ഒരു വലിയ തീർത്ഥാടന നഗരമായി മാറുന്ന പശ്ചാത്തലമാണ്. ഇവിടുത്തെ നമുക്ക് ആ ദൃശ്യങ്ങൾ ആ നിരത്തുകളിൽ കൂടി കാണാം. നിരത്തുകളിൽ എത്രയോ ജനങ്ങളാണ് കടന്നു വരുന്നത് നോക്കുക. അങ്ങനെ ഇവിടുത്തെ ഓരോ ചെറിയ നിരത്തുകൾ പോലും ജനനിബിഡമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് കയറുന്ന നിരവധിയായ തീർത്ഥാടകരുടെ വലിയ തോതിലുള്ള കൂട്ടമാണ് പലരും. കഹാസേ जय जय श्री राम, जय जय श्री राम। हम राजस्थान बीकानेर से हैं। हमारे मित्र हैं मनीष जी दानेवाला, उनकी हर महादेव सेवा समिति मानसावाला अयोध्या के अंदर बहुत बड़ा भंडारा चल रहा है, जहां प्रतिदिन 25 से 30 हजार भक्त प्रसाद ग्रहण करते हैं। सवेरे 9 बजे से रात्रि 12 बजे तक ये भंडारा हमारे आदरणीय जगत गुरु राम भद्राचार्य जी के सानिध्य में चल रहा है। और आज जो अयोध्या में कल माननीय प्रधानमंत्री जी और बड़े बड़े संत महापुरुष पधारेंगे, और ये जो बहुत बड़ा अनुष्ठान और रामलला की मूर्ति की प्राण प्रतिष्ठा हो रही है, जिसका विश्व में भारत का डंका बज रहा है, और पुणे भारत सोने की चिड़िया बनने के लिए तैयार हो गया है। വലിയ ആഘോഷ പരിപാടികൾ നടക്കുന്നു അയോധ്യയിൽ എന്നുള്ളതാണ് ഇതിന്റെ ഇവിടുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ വരുന്ന ബുള്ളറ്റിനിലും പ്രേക്ഷകർക്കായി പുതിയ വിവരങ്ങൾ പങ്കുവെക്കാം. തൽക്കാലം ബാക്ക് ടു സ്റ്റുഡിയോ. രഞ്ജിത്താണ് അയോധ്യയിലെ കാഴ്ചകൾ പ്രേക്ഷകർക്ക് വേണ്ടി അവിടെ നിന്നും പങ്കുവച്ചത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കുമ്പോൾ ഭൂകമ്പത്തെ അതിജീവിക്കുന്ന നിർമ്മാണമാണ് അയോധ്യ ക്ഷേത്രത്തിന് അവലംബിച്ചിരിക്കുന്നത്. ആയുസ് പറയുന്നത് 2500 വർഷമാണ്. 70 ഏക്കറിൽ ഗ്രീൻ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചാണ് അയോധ്യ ക്ഷേത്രം ഒരുങ്ങുന്നത്. 70 ഏക്കറിൽ 2.5 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം. 380 അടി നീളത്തിലും 250 അടി വീതിയിലും 161 അടി ഉയരത്തിലുമാണ് നിർമ്മാണം. ഇന്ത്യൻ നാഗരിക ശൈലിയിലാണ് നിർമ്മാണം. 3 നിലകൾ, 392 തൂണുകൾ, 44 വാതിലുകൾ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, സ്വന്തമായി പവർ സ്റ്റേഷൻ, ഫയർ സർവീസ്, 200 മിന്നൽ രക്ഷാചാലകങ്ങൾ, മ്യൂസിയം, തീർത്ഥാടകർക്കായി ആശുപത്രി, അങ്ങനെ ഒട്ടേറെ സൗകര്യങ്ങളുണ്ട്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നേപ്പാളിൽ നിന്നും 60 മില്യൺ വർഷം പഴക്കമുള്ള ശിലകൾ കൊണ്ട്. ക്ഷേത്രമണിക്ക് 2100 കിലോഗ്രാമാണ് ഭാരം. ശബ്ദം 15 കിലോമീറ്റർ അകലെ വരെ കേൾക്കാം. കൂടാതെ 2000 അടി താഴെയായി ക്ഷേത്ര ചരിത്രം എഴുതിയ ചെമ്പ് തകിടും കുഴിച്ചിട്ടുണ്ട്. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ചരിത്രം മനസ്സിലാക്കും വിധം. അയോധ്യ ഡെസ്ക്, ന്യൂസ് 18.
അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ധനുഷ്കോടിയിലെ കോദണ്ഡരാമർ ക്ഷേത്രത്തിലാണ് മോദി ദർശനം നടത്തിയത്. ക്ഷേത്രത്തിലെത്തും മുൻപ് അരിച്ചാൽ മുനയിലും മോദി സന്ദർശിച്ചു. രാമസേതു നിർമ്മിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് അരിച്ചാൽ മുന. ഇന്നലെ തിരുച്ചിറപ്പള്ളി ശ്രീരംഗ ക്ഷേത്രത്തിലും രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രത്തിലും മോദി ദർശനം നടത്തിയിരുന്നു. Pran Pratishtha coverage powered by Sterlite. Fall in love with your home. രാമമന്ത്രങ്ങൾ ഉയരുന്ന അയോധ്യ. രാംലല്ല അനുഗ്രഹീതമാക്കിയ പുണ്യഭൂമി. കാഷായമണിഞ്ഞ് വിശ്വാസ വഴികൾ. നൂറ്റാണ്ടുകളുടെ സ്വപ്ന സാഫല്യം. ലോകം കാത്തിരിക്കുന്ന മഹനീയ ദിനം. അയോധ്യ ഉത്സവാഘോഷത്തിൽ. അയോധ്യയിൽ നിന്ന് തത്സമയ റിപ്പോർട്ടുകൾ. പ്രാൺ പ്രതിഷ്ഠ. ചടങ്ങുകളും അയോധ്യാപുരിയിലെ വിശേഷങ്ങളും സമഗ്രമായി ന്യൂസ് 18-ൽ മാത്രം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. പ്രാൺ പ്രതിഷ്ഠ കവറേജ് പവേർഡ് ബൈ സ്റ്റെർലൈറ്റ്. ഫോൾ ഇൻ ലവ് വിത്ത് യുവർ ഹോം. വലിയ സ്വപ്നങ്ങൾ. നിഖിൽ എന്ന ചേട്ടച്ചൻ. അനിയന് ഓട്ടിസമാണ്. അപ്പം വീട്ടിൽ എനിക്ക് അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അപ്പം വീട്ടിൽ അമ്മയേ ഉള്ളൂ. അമ്മയ്ക്കും ഇപ്പം അസുഖങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ അങ്ങനെ നോക്കാനോ ആരും സഹായിക്കാനോ അല്ലെ കൂടെ വയ്ക്കാനോ ആരും ഒന്നുമില്ല. അപ്പം ഞാനാണ് എല്ലാം വീട്ടിലെ കാര്യം നോക്കുന്നത്. പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ന്യൂസ് 18 വാർത്ത. ഭക്ഷണം അപ്പു തന്നെ കഴിക്കും? അല്ല, ഞാൻ തന്നെ കൊടുക്കണം. അപ്പൂന് ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും അവൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതും ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. അപ്പുവിനെയും അമ്മയെയും ചേർത്തു പിടിച്ച് കേരളം. ഞാൻ പുണ്യം ചെയ്യണം, എനിക്കിങ്ങനെ ഒരു മകനെ കിട്ടിയതുകൊണ്ട്. എനിക്ക് ഇത്രയും ആൾക്കാരുടെ റെസ്പോൺസിൽ എനിക്ക് എല്ലാവരുടെ അടുത്തും ഒരു കൂട്ടുകൈ മാറാം. നൊമ്പരങ്ങളുടെ കാലം മാറുന്നു. ഹായ് നിഖിൽ, ഭയങ്കര സന്തോഷം. സ്വപ്നങ്ങൾ പൂവണിയുന്നു. +2 പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഒരു കോഴ്സ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുശേഷം ഒരു ജോലി എല്ലാം വരുന്നൊരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ജേർണലിസം കരിയറിൽ നമ്മളുടെ മനസ്സ് നിറയ്ക്കുന്ന അനുഭവമാണ് അശ്വതി ഉണ്ടായിരിക്കുന്നത്. നിഖിലിനെയും നിഖിലിന്റെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങ് എടുത്തു. ന്യൂസ് 18 കേരളം, വാർത്തയുടെ മാനുഷിക മുഖം. പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളുടെ മകൻ മൊയ്യീൻ അലി തങ്ങൾക്ക് ഭീഷണി സന്ദേശം അയച്ച കേസിൽ ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്ത് പോലീസ്. ലീഗ് പ്രവർത്തകനായ റാഫി പുതിയകടവിനെതിരെയാണ് കേസ്. സമുദായ നേതാക്കളുടെയും പാർട്ടി നേതാക്കളുടെയും വെല്ലുവിളിച്ച് മുന്നോട്ടു പോയാൽ വീൽ ചെയറിൽ പോകേണ്ടി വരുമെന്നാണ് ഭീഷണി സന്ദേശം ഫോണിൽ ലഭിച്ചത്. സംഭവത്തിൽ മൊയ്യീൻ അലി തങ്ങളുടെ മൊഴിയും രേഖപ്പെടുത്തി. റാഫിയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കട്ടെ എന്ന് മൊയ്യീൻ അലി പ്രതികരിച്ചു. കോഴിക്കോട് സ്വദേശിയായ ലീഗ് പ്രവർത്തകൻ റാഫി പുതിയകടവിലാണ് തന്നെ ഭീഷണിപ്പെടുത്തിയത് എന്നാണ് മൊയ്ൻ അലി ശിഹാബ് തങ്ങളുടെ പരാതി. മൊയ്ൻ അലി ശിഹാബ് തങ്ങളുടെ പരാതിക്ക് ഇടയായ ആസ്പദമായ ആ ശബ്ദ സന്ദേശം ആദ്യം കേൾക്കാം. തങ്ങൾക്ക് ഇനി ഭീഷണി തന്നെ കേട്ടോ. തങ്ങൾക്ക് ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല. ഞങ്ങളുടെ പരിപാടിയിലൊക്കെയാണ് നമ്മളെല്ലാം നീങ്ങുന്നത്. കാരണം പാർട്ടി നിങ്ങൾ ഇതാക്കിയിട്ട് നേതൃത്വത്തിനെല്ലാം വെല്ലുവിളിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വധഭീഷണി തന്നെ ഞങ്ങൾക്ക്. നിങ്ങൾ ഈ പോക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ പോകേണ്ട ഗതി നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ നല്ലവർക്ക് ഒരു തങ്ങൾ കുടുംബത്തിലായതുകൊണ്ട് എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ
ഈ കോലത്തിൽ സംസാരവും കാര്യങ്ങളായിട്ട് സമുദായ നേതാക്കളെയും പാർട്ടി നേതാക്കന്മാരെല്ലാം വെല്ലുവിളിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾ വീൽ ചെയറിൽ തന്നെ പോണ്ടി വരും. ഈ ശബ്ദസന്ദേശത്തിനെതിരെയാണ് മൊയ്നലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അദ്ദേഹം മൊഴി നൽകുകയും ചെയ്തു. അദ്ദേഹം സി ഐക്ക് മൊഴി നൽകിയ ശേഷം പുറത്തിറങ്ങിയ മൊയ്നലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമാണ്. അല്ല, നമുക്ക് പ്രവർത്തകനാണെന്നില്ലല്ലോ. ഇതിപ്പോൾ പാർട്ടിയുമായിട്ട് നമ്മൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നേതാക്കന്മാരോടൊക്കെ പല തരത്തിൽ ബന്ധമുണ്ടാവും. അപ്പോൾ ഔദ്യോഗികമാവണമെന്നില്ല, അനൗദ്യോഗികം പറ്റും. എന്താണ് ഈ ഭീഷണിക്ക് കാരണം എന്താണെന്ന് കേൾക്കുന്നത്? കാരണം എന്താണെന്ന് മൂപ്പർക്ക് തന്നെ വിളിച്ച് ചോദിച്ചാൽ തന്നെ പറയാൻ പറ്റും. പരാതിയെ കുറിച്ചു സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നവർക്ക് ഞാനും ചെയ്തു. എന്താണെങ്കിലും തങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മലപ്പുറം പോലീസ് റാഫി പുതിയ കടവിലിനെതിരെ കലാപാഹ്വാനം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. മലപ്പുറം CA ആണ് കേസ് അന്വേഷിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല റാഫി പുതിയ കടവിൽ മൊയ്നലി തങ്ങളെ അധിക്ഷേപിക്കുന്നത്. 2 വർഷം മുൻപ് കോഴിക്കോട് ലീഗ് ആസ്ഥാനത്ത് വെച്ച് റാഫി പുതിയ കടവിൽ മൊയ്നലി ശിഹാബ് തങ്ങൾക്ക് നേരെ തട്ടിക്കയറുകയും മോശമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനെതിരെ റാഫി പുതിയ കടവിനെതിരെ നടപടിയെടുക്കുകയും സസ്പെൻഡ് ചെയ്യുകയൊക്കെ പാർട്ടി ചെയ്തതാണ്. എന്നാണെങ്കിലും അതിനുശേഷം ഇപ്പോൾ വീണ്ടും മൊയ്നലി തങ്ങൾക്കെതിരെ ഒരു മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരു ഭീഷണിയുമായിട്ട് റാഫി പുതിയ കടവിൽ വന്നിരിക്കുന്നു എന്നാണ് മൊയ്നലി തങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം. കഴിഞ്ഞ ദിവസം മൊയ്നലി തങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിയെയും അബ്ദുൾ സമദാനിയെയും ഒക്കെ പരോക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ അവരെ പരോക്ഷമായി വിമർശിച്ചിരുന്നു. പക്ഷേ ഇതാകാം പുതിയ പ്രകോപനങ്ങൾക്ക് കാരണമെന്നാണ് കരുതുന്നത്. എന്നാണെങ്കിലും പോലീസ് അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ എന്ന നിലപാടിലാണ് മൊയ്നലി ശിഹാബ് തങ്ങൾ. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. KSRTC ഇലക്ട്രിക് ബസ് വിവാദം ചൂടുപിടിച്ചിരിക്കെ ഈ ബസ് ലാഭകരമെന്ന KSRTCയുടെ വാർഷിക റിപ്പോർട്ട്. 9 മാസത്തെ ലാഭം 2,88,00,000 രൂപയാണെന്നും കിലോമീറ്ററിന് ശരാശരി 8.21 രൂപ ലാഭമുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാദങ്ങൾ ശരിയല്ല എന്ന് തെളിയിക്കുന്നതാണ് റിപ്പോർട്ട്. ഐശ്വര്യാനിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. KSRTC ഈ ബസിനെ ചൊല്ലി വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ KSRTCയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഈ ബസ് ലാഭകരമെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 9 മാസത്തെ ലാഭം 2.88 കോടിയാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം കിലോമീറ്ററിന് ശരാശരി 8 രൂപ 21 പൈസയാണ് ഈ ബസ്സുകൾക്ക് ലാഭമുണ്ടാകുന്നത്. അനൌദ്യോഗികമായ കണക്കുകൾ പ്രകാരം ദിനം പ്രതി 6.5 ലക്ഷം മുതൽ 7 ലക്ഷം വരെ വരുമാനം ഈ ബസ്സിനുണ്ട്. അതിനു പുറമെ പ്രതിമാസം 38 ലക്ഷം രൂപ ലാഭത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ അനൌദ്യോഗികമായി പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KSRTCയുടെ വാർഷിക റിപ്പോർട്ടിലും ഈ ബസ് ലാഭത്തിലാണ് ഓടുന്നതെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ബസ്സുകൾ നഷ്ടത്തിലാണെന്നും ഡീസലിലേക്ക് മാറണമെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. ഈ ബസ്സുകൾ ലാഭത്തിലാണോ അല്ലെങ്കിൽ ഈ ബസ്സുകൾ ആവശ്യമാണോ എന്ന് ന്യൂസ് 18 പരിശോധിച്ചപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ പ്രതികരിച്ചതും ഈ ബസ് 10 രൂപ നിരക്കിൽ വലിയ ഉപകാരമാണ്, അതുകൊണ്ട് തന്നെ ഈ ബസ്സുകൾ തുടരണം എന്നുള്ള ആവശ്യമാണ് സാധാരണക്കാരും പങ്കുവച്ചത്. അതിനപ്പുറത്തേക്ക് മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ തിരുവനന്തപുരം മേയറും ഒപ്പം VK പ്രശാന്ത് MLA, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം രംഗത്തെത്തിയിരുന്നു. കാരണം ഇത് LDFന്റെ നയപരമായ തീരുമാനമാണ്. അതിനെ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് മന്ത്രി ഇത്തരത്തിൽ ഈ ബസ്സുകൾ ലാഭകരമല്ല, ഈ ബസ്സുകൾ മാറ്റി ഡീസലിലേക്ക് മാറണമെന്നുള്ള കാര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത് എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. എന്തായാലും ഈ ബസ്സുകൾ ലാഭകരമല്ല എന്ന മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാദമാണ് ഈ വാർഷിക റിപ്പോർട്ടോടുകൂടി പൊളിയുന്നത്. നിഖിലിനെ തേടി രാജ്ഭവനിൽ നിന്നും ക്ഷണമെത്തി. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കുടുംബത്തോടൊപ്പം എത്താനാണ് നിർദ്ദേശം. ഇതോടെ ന്യൂസ് 18 പാഠം 4ന്റെ ഇടപെടൽ കൂടുതൽ സഫലമാവുകയാണ്. ഓട്ടിസം ബാധിച്ച അനിയനെയും രോഗബാധിതയായ അമ്മയെയും സംരക്ഷിക്കുന്ന +2 വിദ്യാർത്ഥി നിഖിലിനെ മലയാളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയത് ന്യൂസ് 18 പാഠം 4 പരിപാടിയാണ്. വളരെ വേഗമാണ് ഈ വാർത്ത മലയാളികളുള്ള നാട്ടിലെല്ലാം പരന്നത്. വാർത്തയിലൂടെ ഷെഫാകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച നിഖിലിനെ തുടർ പഠനം ഷെഫ് സുരേഷ് പിള്ള ഏറ്റെടുത്തിരുന്നു. ഐശ്വര്യാനിൽ ചേരും. ഐശ്വര്യ, വാർത്ത വീണ്ടും അതിൻ്റെ ഫലം കാണുന്നു എന്നത് ഏറ്റവും നമ്മളെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമാണ്. ഐശ്വര്യ നിഖിലിനൊപ്പമാണോ ഉള്ളത്? എങ്ങനെയാണ് കാര്യങ്ങൾ? രഞ്ജിനി, ഞാനിപ്പോൾ ഉള്ളത് കേശവദാസപുരത്തെ നിഖിലിന്റെ വീടിന് സമീപത്താണ്. ഞങ്ങളൊരു യാത്രയിലാണ്. എന്നോടൊപ്പം നിഖിലുണ്ട്. നിഖിലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നിഖിലിന്റെ അനിയൻ
അപ്പുവുമുണ്ട്. നിഖിലിനോട് തന്നെ ചോദിക്കാം, എവിടേക്കാണ് ഈ യാത്ര എന്നൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കൂ. നമ്മളിപ്പം പോകുന്നത് ഗവർണറിനെ കാണാൻ, പുള്ളിയുടെ വസതിയായ രാജ്ഭവനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പൊ ഗവർണറെ കണ്ട എന്താണ് പറയാൻ പോകുന്നത്? എന്നെ കണ്ട സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഭാഗ്യം സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാണാൻ പറ്റും. അപ്പം എന്താണോ അപ്പൊ കിട്ടുന്നപ്പോ പറയും, അങ്ങനത്തെ ഒരു ഇതാണ്. എക്സൈറ്റഡ് ആണ്. അപ്പൊ ഞങ്ങൾ അവിടെ വീട്ടിലെത്തിയപ്പോ തന്നെ കുളിച്ച് റെഡിയാവുമായിരുന്നു അപ്പു ഭയങ്കര സന്തോഷത്തിലാണ്. പുറത്ത് പോകാൻ ഇറങ്ങിയതിന്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് അപ്പു ഉള്ളത്. എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു ഈ പാഠം 4 ഇത് വന്ന് നിഖിലിന്റെ ഒരു റെസ്പോൺസ് വന്നതിന് ശേഷം ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായി അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അതിനുശേഷം കൂട്ടുകാരും ടീച്ചേഴ്സും ഒക്കെ എന്താ പറയുന്നത്? അവര് സത്യം പറഞ്ഞ ഇപ്പം എന്റെ ഒരു അവരുടെ എന്നെ പറ്റിയുള്ള അവരുടെ ഒരു ബേസിക്കലി ഒരു ഇമേജ് എന്ന് പറയുന്നത് സന്തോഷിച്ച് ചിരിച്ച്, എന്റെ ക്ലോസിൽ പെട്ട 2-3 പേർക്കല്ലാണ്ട് എന്നെ പറ്റി പ്രത്യേകിച്ച് ആർക്കും ഒന്നും അറിയില്ല. അപ്പം ഞാൻ ഇത്രയും അനുഭവിക്കുന്നു എന്ന് ഇപ്പൊ ഇത്രയും കിടന്ന് ചിരിച്ച് കളിക്കുമ്പോൾ ഞാൻ ഇത്രയും എന്റെ വീട്ടിൽ അനുഭവിക്കുന്നു എന്നൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഇപ്പം അവരിപ്പോ സത്യം പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇങ്ങനെ മീഡിയയിൽ വരുമെന്നോ. ഞാൻ ഒരു കാര്യമില്ലാതെ പോയി ഇരുന്നതാണ് അവരുടെ ഇടയിൽ കൂടെ. അപ്പം അവർക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ സപ്പോർട്ട് തന്നെയാണ്. ഇപ്പൊ ടീച്ചേഴ്സിന് എല്ലാവർക്കും നേരത്തെ അറിയാം. പിന്നെ പിള്ളേരെല്ലാവരും ഇപ്പൊ ഈ വീഡിയോയ്ക്ക് ശേഷമാണ് ഇപ്പൊ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കംപ്ലീറ്റ്ലി ഈ പഴയ സ്കൂളിൽ നേരെ ഇപ്പൊ എനിക്ക് തോന്നുന്നു സെന്റ് തോമസിൽ ഇപ്പൊ +1 +2 ആണ് അവിടെ. അതിനു മുമ്പ് സർവോദയയിലായിരുന്നു. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സോ ഫ്രണ്ട്സോ ഒക്കെ ബന്ധപ്പെട്ടിരുന്നോ? അതെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ വിളിച്ചു. 2-3 പേര് വിളിച്ചു. പിന്നെ കുറെ പേര് മെസ്സേജ് ഒക്കെ അയച്ചു. കാര്യം അവർക്ക് അറിയാം, ബട്ട് സ്റ്റിൽ ഇത്രയ്ക്ക് ഞാൻ ഡീപ്പായിട്ട് അനുഭവിക്കുന്നൊക്കെ ഒന്നും അവർക്ക് അറിയില്ല. അപ്പം എന്റെ അടുത്ത് അവരെല്ലാവരും ചോദിക്കുന്ന ചോദ്യം, നീ എങ്ങനെയാടാ ഇങ്ങനെ ചിരിച്ചു കിടക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കതിന് മറുപടി ഇല്ല. അവരോട് എന്ത് പറയണം, എല്ലാം നമ്മളെ ദൈവം നമ്മളെ താങ്ങുന്നത്. അപ്പം അതിനൊത്തങ്ങ് പോകുന്നു. ഈ ന്യൂസ് 18 പാഠം 4 പരിപാടിക്ക് ശേഷം ഒത്തിരി ഫോൺ കോളൊക്കെ വന്നില്ലേ? അപ്പൊ എന്തൊക്കെയാണ് അവര് പറയുന്നത്? എന്താ അവര് നിഖിലിനോട് എന്താണ് ഷെയർ ചെയ്യുന്നത്? അവര് ഒരുപാട് പേര്, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും ഒരുപാട് പേര് സഹായിക്കാനും, ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഷെഫ് പിള്ള സാർ എന്നെ സ്പോൺസർ ചെയ്തല്ലോ, അതുപോലെ തന്നെ ഒരുപാട് പേര് എന്റെ പഠിത്ത കാര്യം എല്ലാം നോക്കാം, എന്റെ അപ്പൂന്റെ കാര്യം നോക്കാം, അമ്മയുടെ കാര്യം നോക്കാം എന്നൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എല്ലാരും നമ്മുടെ സുഖവിവരം അന്വേഷിക്കുന്നുണ്ട്. എല്ലാം അങ്ങനത്തെ. ഇനി നാളെ നിഖിലിന് പരീക്ഷയാണ്. എന്ത് പരീക്ഷയാണ് നാളെ? നാളെ പ്രാക്ടിക്കലാണ്. ആക്ച്വലി കമ്പ്യൂട്ടറിന്റെ പ്രാക്ടിക്കൽ ബോർഡ് എക്സാം ആണ്. അപ്പൊ ഈ ബോർഡ് എക്സാമിനെല്ലാം പ്രിപ്പയർ ചെയ്തോ? ഈ തിരക്കിനിടയിൽ ഈ പാഠം 4 വന്നതിന് ശേഷം വൈറലായി, സെലിബ്രിറ്റി ആയി, തിരക്കിനിടയിൽ പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റിയോ? വളരെ കുറച്ച് സമയം കിട്ടിയുള്ളൂ. എന്നാലും ഞാൻ ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേണം ഇന്ന് രാത്രി വരെ ഇരിക്കണം, ഉറങ്ങാതിരുന്ന് പഠിച്ചേ പറ്റുമല്ല, വേറെ വഴിയില്ല. ഇനി എന്താണ് ആഗ്രഹം? ആഗ്രഹം ഞാൻ പറഞ്ഞല്ലോ, ഷെഫ് ആവണം. അതെന്റെ ഒരു ബേസിക് ഒരു ആഗ്രഹമാണ്. പിന്നെ എനിക്കൊരു ആഗ്രഹം എന്ന് പറയുന്നത്, അത് ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു ആഗ്രഹം, എന്റെ മരിച്ച അച്ഛന് ഞാനൊരു നടനാവണമെന്ന്. എനിക്ക് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഈ ഷെഫ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ആക്ടിങ് ആണ്. അത് എന്താ പറയാ, ആക്ടിങ് എന്ന് പറയുമ്പം എന്റെ അച്ഛന് പണ്ട് മുതലേ, എന്നെ കുഞ്ഞിലേ തൊട്ടേ എന്നെ അടുത്തൊരു ഷാറൂഖ് ഖാൻ ആക്കണം, അങ്ങനെയാണ് എൻ്റെ അച്ഛൻ പറയാറ്. അപ്പം ഞാൻ കുഞ്ഞിലേ ഞാനത് കേൾക്കുമായിരുന്നു. അപ്പം അതിനുശേഷം എനിക്കും ആ ഒരു ആഗ്രഹം വന്നു തുടങ്ങി. സിനിമ കാണുന്ന ഒരാളാണ്, എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫുഡ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഘടകമാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമ ഭയങ്കര ഇഷ്ടം. അപ്പം സാധിക്കുമെങ്കിൽ സിനിമയിലും അഭിനയിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. ഇഷ്ടപ്പെട്ട നടനാരാ? ലാലേട്ടൻ ഫാനാണ്. പിന്നെ എന്തൊക്കെയാണ് ഇപ്പോ അതിനുശേഷം സ്കൂളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എത്രത്തോളം? അതായത് നേരത്തെ ടീച്ചേഴ്സ് സപ്പോർട്ടാന്ന് പറഞ്ഞു, അപ്പൊ ഇതിന് ശേഷം കൂടുതലായി ഇപ്പൊ ഒരുപാട് പേര് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ് ഇപ്പോ? വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ടീച്ചേഴ്സ് ഫീസിന്റെ കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്ക് കുറച്ചൊക്കെ തന്നു. അവർക്കെല്ലാം അറിയാം, മീൻസ് മുമ്പേ അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പത്തെ സപ്പോർട്ട് തന്നെ ഇപ്പോഴും സെയിം അതുപോലെ തന്നെ. ഒരു മാറ്റമോ അല്ലെങ്കിൽ എല്ലാവരും ഇപ്പൊ കൂടെ. ഇപ്പൊ വ്യത്യാസം എന്ന് പറയാനാണെങ്കിൽ, ഇപ്പൊ എന്റെ കൊമേഴ്സ് ബാച്ച് എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ഇത് അറിയത്തുള്ളൂ. ഇപ്പൊ അവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനും അറിയാം. അതേ ഉള്ളൂ ഡിഫറൻസ്. ഇപ്പൊ എല്ലാവരും സപ്പോർട്ടാണ്. ഇപ്പൊ ഈ ന്യൂസ് 18 പാഠം 4 പരിപാടിയിൽ വന്ന് ഇങ്ങനെ വൈറലായതിനു ശേഷം ജീവിതം മാറി എന്നൊരു തോന്നലുണ്ടോ? പിന്നെ ഒരുപാട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒന്നും അല്ലാതെ നടന്ന ഒരാളാണ്. എന്നെ കണ്ടാൽ പോലും മനസ്സിലാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടന്നവര് ഞാനിപ്പം നിങ്ങളുടെ കൂടെ ഈ മീഡിയയിൽ വന്ന് ഈ സംസാരിക്കുന്നു, അവരെല്ലാവരും എന്നെ അറിയുന്നു. അത് തീർച്ചയായിട്ടും പാഠം 4 ഈ ഷോ കാരണം തന്നെയാണ്.
ഒരുപാട് സന്തോഷം. ഈ ഫേസ്ബുക്കിനെക്കാളും ഇൻസ്റ്റാഗ്രാമിൽ വൈറലായാണ് ഫ്രണ്ട്സ് ഒക്കെ അറിഞ്ഞത്. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറലായി ഇപ്പോഴും അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ ഇത് എങ്ങനെയാണ് അറിഞ്ഞത്? അമ്മയോട് എങ്ങനെയാണ് ഇത് ഷെയർ ചെയ്തത്? അമ്മ പിന്നെ എന്ത് പറഞ്ഞു അത് കേട്ടിട്ട്? ഇത് ആക്ച്വലി അമ്മ അറിയുന്നത് നമ്മുടെ ഈ നിങ്ങൾ ഈ കട്ട് ചെയ്തിട്ടല്ലോ എന്റെ ഭാഗം മാത്രം. ആക്ച്വലി ഇത് ഫസ്റ്റ് ന്യൂസിൽ വന്നു. ഈ പാഠം 4 ഈ സംഭവം ആ പ്ലാസ്റ്റിക്കിന്റെ ഇത് ബന്ധപ്പെട്ട് ന്യൂസിൽ വന്നപ്പോൾ എന്റെ ഒരു ഭാഗം ചെറുതായിട്ട് അതിൽ കട്ട് ചെയ്തതായിട്ട് കാണിച്ചു. അപ്പൊ ഞാൻ ഓക്കെ എന്റെ മോൻ കാണിച്ചല്ലോ, ഓക്കെ ഹാപ്പി, തീർന്നു. പിറ്റേ ദിവസമാണ് അമ്മയ്ക്ക് ഈ വീഡിയോ ഫേസ്ബുക്കിൽ നിങ്ങളുടെ പേജിൽ തന്നെ ഇത് എന്റെ ഭാഗം മാത്രം, ഞാൻ തന്നെ അതിലൊരു 7-8 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. അതിൽ വളരെ കട്ട് ചെയ്ത് മാത്രമാണ് ആ ന്യൂസിലിട്ടത്. എന്നിട്ട് നിങ്ങൾ ആ ന്യൂസിലിട്ടപ്പോ പിന്നെ ഇതിലെടുത്ത് ഇട്ടു. അപ്പോഴാണ് അമ്മ ഇത് കാണുന്നത്. അമ്മയും പ്രതീക്ഷിച്ചല്ല, ഞാനും പ്രതീക്ഷിച്ചല്ല. അപ്പോഴേ തൊട്ടാണ് ഈ തുടക്കം എല്ലാത്തിന്റെയും. ഈ ഗവർണർ ഇപ്പൊ കാണാൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങനെ ആരെങ്കിലും കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടോ? ഒരു നേരത്തെ പറഞ്ഞില്ലേ ഒട്ടും പ്രതീക്ഷയില്ല ഗവർണർ വിളിക്കുമെന്ന്. ഇപ്പൊ ഗവർണർ വിളിച്ചിരിക്കുകയാണ്. ഗവർണറെ കാണാനുള്ള യാത്രയിലാണ് നമ്മള്. അപ്പൊ അതല്ലാതെ നമുക്ക് ആരെങ്കിലും കാണണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? മോഹൻലാലിനെ കാണണം. മോഹൻലാലിനെ കാണണമെന്നുണ്ട്. ഭയങ്കര ആഗ്രഹം, പണ്ട് തൊട്ടുള്ളൊരു ആഗ്രഹം. എനിക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ മറ്റ് മിനിസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും കാണണം, അവരോട് സംസാരിക്കണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? മിനിസ്റ്റേഴ്സ് അങ്ങനെ ആരുമില്ല. എനിക്ക് ഈ നടന്മാരെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ലാലേട്ടനായാലും മമ്മൂക്ക, അവരെയൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഇനി ഈ പഠിത്തമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പുറത്തേക്കൊക്കെ പോകേണ്ടി വരുമല്ലോ ചിലപ്പോ. ഈ +2 കഴിഞ്ഞാല് ഇപ്പൊ പഠിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? ഫാമിലി എന്ത് ചെയ്യും? അമ്മയെയും അനിയനെയും കൂടെ കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും നോക്കാൻ വേണ്ടി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൂടെ കൊണ്ടുപോകേണ്ടി വന്ന അവരെ കൂടെ കൊണ്ടുപോയാലല്ലേ പറ്റുള്ളൂ. എനിക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ നോക്കാൻ വരുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പുറത്തു പോകും. അല്ലാണ്ട് ഇപ്പൊ എന്റെ ഈ ഒരു നിലവിലെ സാഹചര്യം വെച്ച് എനിക്ക് അങ്ങനെ പുറത്തു പോയി പഠിക്കാനോ എനിക്ക് ആഗ്രഹമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ ഒരു ഇപ്പൊ സിറ്റുവേഷൻ വെച്ച് എനിക്ക് പുറത്തു പോകാനോ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാനോ പറ്റില്ല. അപ്പൊ ആരെങ്കിലും അങ്ങനെ വരെയാണെങ്കിൽ നോക്കാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു തന്നെ പഠിക്കണമെന്നാണ് ആഗ്രഹം. ഇന്നലെ ആരാണ് വിളിച്ചു പറഞ്ഞത് രാജ്ഭവനിലേക്ക് വരണം? എപ്പോഴായിരുന്നു അത് വിളിച്ചു പറഞ്ഞത്? അത് ഗവർണറിന്റെ PA ആണ് ആക്ച്വലി എന്റെ അമ്മയടുത്ത് പറഞ്ഞത്. കാര്യം ഞാനും അറിഞ്ഞില്ല, ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അപ്പൊ അമ്മ സർപ്രൈസ് ആയിട്ട് എന്തോ വെച്ചു. ഞാൻ പിന്നീട് ഇപ്പം ഒരു കുറച്ച് രാവിലെ എന്തോ ആയപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. ഇങ്ങനെ ഗവർണറിന്റെ PA വിളിച്ചപ്പോൾ ഗവർണറിനെ കാണാം. കാര്യം അത് അപ്പൊ കേട്ടപ്പോ സത്യം പറഞ്ഞ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു ഞാൻ സ്വപ്നത്തിലാന്ന് തോന്നുന്നു. അപ്പം അതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പം വളരെ സന്തോഷം. എന്താ പറയാ, ഒന്നും പറയാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പൂനും സന്തോഷമാണ്. രാവിലെ തൊട്ട് നമ്മളും കാണുന്നതാണ് അപ്പൂന്റെ ഒരു സന്തോഷം. അപ്പു പൊതുവെ എക്സൈറ്റഡ് ആണോ പുറത്തു പോകാനൊക്കെ? അവന് പുറത്തു പോകാൻ ഇഷ്ടം. അപ്പൊ അവനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. അങ്ങനെ എങ്ങനെയാ പുറത്ത് വാക്കിങ്ങിന് കൊണ്ടുപോകും അല്ലെ? അല്ല, വണ്ടിയിൽ കൊണ്ടുപോകും. വണ്ടിയിൽ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ അമ്മയ്ക്ക് ഒട്ടും വയ്യാത്തോണ്ട് അങ്ങനെ വണ്ടി എടുക്കാറില്ല. അല്ലാതെ ഓക്കെ ആയിരുന്നൊക്കെ സമയത്ത് നമ്മളങ്ങനെ പോകുമായിരുന്നു. വൈകിട്ട് എല്ലാ ദിവസവും സാധനം വല്ലതും വാങ്ങിക്കാനേ ഇവനായിട്ട് പോകുമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു ഭയങ്കര അഭിമാനമാണ് മോനെ ഓർത്തിട്ട് എന്ന് പറഞ്ഞു. അപ്പം ശരിക്കും അമ്മയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ റെസ്പോൺസ് കേൾക്കുകയാണ്. അമ്മ പറയാണ് എന്റെ മോനെ ഓർത്ത് എനിക്ക് അഭിമാനമാണെന്ന് പറയുമ്പോൾ നിഖിലിന് എന്താണ് തോന്നുന്നത്? അമ്മ അങ്ങനെ ഇപ്പൊ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ആദ്യം തൊട്ടേ അഭിമാനം തന്നെയാണ്, ഇല്ലെന്നല്ല. ഞാൻ ഇതൊക്കെ ചെയ്യുന്നോണ്ട് തന്നെ അഭിമാനം തന്നെയാണ്. പക്ഷെ ഇതിപ്പോ വാർത്തയിൽ ഇപ്പൊ എത്തിയല്ലോ, അപ്പൊ അതും കൂടെ ഓർക്കുമ്പോ കുറച്ചുകൂടെ അഭിമാനം അമ്മയ്ക്ക് തോന്നുന്നു. ഈ രാവിലെയൊക്കെ നേരത്തെ എന്നോട് സംസാരിച്ച് പറഞ്ഞു രാവിലെ 5 മണിക്ക് എനിക്ക്. അപ്പൊ നാളെ എക്സാം ഒക്കെയാണ്. എങ്ങനെയാണ് അതിന്റെ ഒരു, എങ്ങനെ മാനേജ് ചെയ്യും? മാനേജ് ചെയ്യാന്ന് പറയുന്ന എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം അതിനൊത്ത് നടക്കും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം അതിനൊത്ത് നടക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി വലിയ ടെൻഷൻ ഒന്നുമില്ല. എന്റെ ഭാഗത്തു നിന്നുള്ളത് ഞാൻ ചെയ്യും, ബാക്കി ദൈവം ചെയ്യും. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പം നാളെ ഏതാ പ്രാക്ടിക്കൽ എക്സാം? കമ്പ്യൂട്ടർ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ. എങ്ങനെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബിസിനസ് സ്റ്റഡീസ്. അപ്പൊ ഈ ഷെഫ് ആകണം എന്നതിനൊപ്പം ഒരു ബിസിനസ് സംരംഭം കൂടി മനസ്സിലുണ്ടോ? ആഗ്രഹമുണ്ട്. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. പിന്നെ വേറെ എന്താണ് നമ്മുടെ ന്യൂസ് 18ന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്? കാരണം പാഠം 4 എന്ന പരിപാടിക്ക് ശേഷം എല്ലാവരും ഒരുപോലെ നിഖിലിനെ ഏറ്റെടുത്ത് ഒത്തിരി സ്നേഹമാണ്. നമ്മൾ യൂട്യൂബിലായാലും പിന്നെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നിഖിലിന്റെ വീഡിയോസിന്റെ താഴെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കമന്റാണ്. ഇത്രയും പോസിറ്റീവായ ഒരു കുട്ടി വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിന് ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്നുണ്ട്, ഒത്തിരി സ്നേഹം പങ്കുവെക്കുന്നുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത് നിഖിലിന്? എനിക്ക് നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, നമ്മളെ ജീവിതത്തിൽ എന്ത് വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും തളരാതിരിക്കുക. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയൊന്നുമല്ല, ഞാൻ അങ്ങനെ അല്ലായിരുന്നു.
ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുക, അമ്മ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കുന്നത് ഇതിലെന്ത് ഉപയോഗമാണുള്ളത്? കാര്യം എപ്പോൾ നോക്കിയാലും വിഷമങ്ങൾ, അല്ലെങ്കിൽ നല്ല സമയം വരും എന്ന് പറയുമെങ്കിലും ഒന്നിനും ഒരു നല്ല സമയം എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് വന്നു. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. നിങ്ങളെല്ലാത്തിനും നിങ്ങൾക്ക് എന്ത് ഇപ്പം നമ്മൾ കാണുന്ന പോലെ തന്നെ ഓരോ പിള്ളേർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അടി കൂടുക, അല്ലെങ്കിൽ വീട്ടുകാരായിട്ട് തമ്മിത്തല്ലുണ്ടാക്കുക, അത് ഒഴിവാക്കുക. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ സ്നേഹിക്കുക, നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എന്തായാലും അനുഭവിച്ചേ പറ്റൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. അത് സന്തോഷത്തോടെ അനുഭവിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ അപ്പുവിന്റെ സ്കൂളിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടോ നിഖിലിന്? എന്താണത് ആഗ്രഹം എന്ന് പറയാനായിട്ട് എനിക്ക് ഒരു ഇതെന്ന് പറയുന്നത് ഇവന് വേണ്ടത്ര തെറാപ്പികൾ കിട്ടണം. ലൈക്ക് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, അങ്ങനത്തെയൊക്കെ വേണ്ടത്ര തെറാപ്പികൾ ഇവന് കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ പോവുകയാണെങ്കിൽ നല്ലൊരു സ്കൂളിലും പോകണം. അപ്പൊ അതിന് ഈ പറഞ്ഞതുപോലെ നിഖിൽ പഠിക്കുന്ന ഒരാളാണ്. അപ്പം നിഖിലിന് അത്രയും ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ അതിന് പോകാൻ പറ്റുള്ളൂ. അതെ, ഫിനാൻഷ്യല് വേണമല്ലോ, നമുക്ക് എന്തിനും പൈസ വേണം. അതുപോലെ തന്നെ ഇതിനും പൈസ തന്നെ വേണം. അപ്പൊ അങ്ങനെ ദൈവം സഹായിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഇവനെ അങ്ങനെ ഒരു സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റും. ഈ പാഠം 4 വന്ന് ഇങ്ങനെ വൈറലായതിനു ശേഷം റിലേറ്റീവ്സ് ഒക്കെ ബന്ധപ്പെട്ട് അവരെന്താ പറയുന്നത്? ഫാമിലിയിൽ ഒരു സെലിബ്രിറ്റി ഉണ്ടായി എന്നുള്ള സന്തോഷമാണോ? സന്തോഷം എന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ആരും വിളിക്കും, എല്ലാരും വിളിച്ചിങ്ങനെ സന്തോഷമാണെന്ന് പറഞ്ഞു. എല്ലാം ശരി തന്നെയാണ്. എല്ലാരും പറഞ്ഞു സന്തോഷമുണ്ട്, ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഇതാണ്. എനിക്ക് തോന്നുന്നു തുടർച്ചയായിട്ട് ഗവർണറുടെ അവിടെ നിന്ന് കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മള് നേരത്തെ ഇറങ്ങിയോ എന്നൊക്കെ, നമ്മളിപ്പോ കൃത്യം പറഞ്ഞ കവടിയാർ എത്തി. അല്പസമയത്തിനകം നമ്മൾ ഗവർണറെ കാണാൻ രാജ്ഭവന്റെ അവിടെ എത്തും എന്നുള്ളതാണ്. നിഖിലിനെ സംബന്ധിച്ചിടത്തോളം, നിഖിലിന്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ അപ്പു ഉണ്ട്. അപ്പു ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷമാണ്. അപ്പുവും ഉണ്ട്. അപ്പുവിനെയും കൊണ്ട് നമ്മൾ പോവാണ്. ഇനി നിഖിലിന്റെ അമ്മയുണ്ട്, നമ്മുടെ തൊട്ട് പിന്നിലെ ഒരു വാഹനത്തിൽ നിഖിലിന്റെ അമ്മയും ഉണ്ട്. ഇവർ 3 പേരുമാണ് ഗവർണറെ കാണാൻ പോകുന്നത്. ഇപ്പോഴും നിഖിലിന് വിശ്വസിക്കാനായിട്ടില്ല എന്നാണ് നിഖിൽ പറയുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ വേറെന്ത് വിശേഷമാണ് പറയാനുള്ളത്? റിലേറ്റീവ്സ്, ഫാമിലി, ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ ഡ്രീം അച്ചീവ് ചെയ്ത് കാണിക്കുക എന്നുള്ളതല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇപ്പം എനിക്ക് അതിനുള്ള അവസരം ഇപ്പൊ തുറന്നു തന്നു. ആ അവസരം ഞാൻ നന്നായിട്ട് നിറവേറ്റിയെടുക്കണം. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു ഇതിന്റെ ഇടയിൽ കൂടെ? പഠിത്തം ഞാൻ പറഞ്ഞില്ല, ഇതിപ്പം ഈ ന്യൂസ് ഇപ്പൊ ആക്ച്വലി വന്നത് വല്ലാത്തൊരു സമയത്തായിപ്പോയി. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ എക്സാം സീസണിന് ഇടയിൽ ഈ ന്യൂസ് വന്നതേ. ഇപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ മാർച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ എന്ത് വന്നാലും എനിക്കിപ്പോ പഠിച്ചേ പറ്റൂ. എന്ത് ചെയ്യാനാണ്? ഇപ്പൊ ഒരുപാട് ന്യൂസ് ഇപ്പൊ ഇപ്പോഴും കുറെ 2-3 ചാനലുകാർ വിളിച്ചു. അങ്ങനെ എന്തായാലും പഠിച്ചു. ഇനിയിപ്പോ എന്ത് വന്നാലും ഇനിയിപ്പോ അതിനു വേണ്ടി ഇനിയിപ്പോ ഇതിന് പോണ്ടാന്ന് വയ്ക്കുകയാണെങ്കിൽ പോണ്ടാന്ന് വയ്ക്കും. പഠിച്ചില്ലേ പറ്റുമോ? ഈ സെലിബ്രിറ്റി ആയതുകൊണ്ട് പഠിത്തത്തെ ബാധിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല, അങ്ങനെ എനിക്ക് സെലിബ്രിറ്റി ആവാൻ ഇഷ്ടമാണ്, ഇല്ലെന്നല്ല. പക്ഷേ എന്നാ പോലും പഠിത്തമാണല്ലോ നമുക്ക് വലുത്. ഇപ്പൊ നിങ്ങളിപ്പോ വരും പോകും, പക്ഷെ എന്റെ പഠിത്തം അങ്ങനെയല്ല, അതെനിക്ക് വേണോ എന്നും. അപ്പം പഠിക്കണം, പഠിച്ചേ പറ്റൂ. അപ്പം ഇതും നോക്കിക്കൊണ്ടിരുന്നാ എനിക്ക് ഇതും നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റൂ. പക്ഷെ എങ്കിലും ഇതിന്റെ ഇടയിൽ കൂടെ ഇത്രയും പ്രേക്ഷകരൊക്കെ ഏറ്റെടുത്തില്ലേ നിഖിലിനെ? എല്ലാവർക്കും സ്നേഹമാണ് നിഖിലിനോട്. ഒരുപാട് പേര് വിളിക്കുകയും സംസാരിക്കുകയും സ്നേഹം പറയുക എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മാത്രം കേട്ടോണ്ടിരുന്നാൽ നമുക്ക് പറ്റില്ലല്ലോ. പഠിത്തവും വേണം. അപ്പൊ പഠിക്കണം, പഠിച്ച് വലിയ ഉയരങ്ങളിൽ എത്തണം ആണ് ആഗ്രഹം. ഈ സ്കൂളിൽ കഴിഞ്ഞ് വന്ന് അപ്പൂനെ നോക്കണം, അമ്മയെ നോക്കണം, അതിന്റെ ഇടയിൽ കൂടെ ഈ പഠിത്തമൊക്കെ എപ്പോ നടക്കും? പഠിത്തം ഇപ്പൊ വൈകുന്നേരം ഇതൊക്കെ കഴിഞ്ഞ് ഒരു 6-7 ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു രാത്രി ഒരു 11 മണി വരെ ഇരിക്കും. അപ്പൊ അതിനകത്ത് അതിന്റെ ഇടയിലും കുറെ ഡിസ്ട്രാക്ഷൻസ് വരും. ഇപ്പം ഞാൻ അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, അതിന്റെ ഇടയിലും ഡിസ്ട്രാക്ഷൻസ് വരും. അപ്പം എന്നാലും പഠിക്കുന്നുണ്ട് ഏറെക്കുറെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതാണ് നമ്മളിതാ രാജ്ഭവന്റെ മുന്നിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം നിഖിലും അപ്പുവും ഒപ്പം നിഖിലിന്റെ അമ്മയും ഗവർണറെ കാണാനായിട്ട് ഉള്ളിലേക്ക് പോകും. ഒത്തിരി സന്തോഷമുണ്ട് നിഖിലിനും കുടുംബത്തിനും. കാരണം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ നിഖിലിന്റെ കുടുംബം രാജ്ഭവനിലേക്ക് എത്തിയത്. എന്തായാലും നിഖിലിന്റെ അമ്മ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തുടർച്ചയായി അവർ വിളിക്കുന്നൊക്കെ ഉണ്ട്. ഗവർണറാണ് ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഇത്രയും ഈ ചെറുപ്രായത്തിലും ഇത്രയും ഉത്തരവാദിത്വമുള്ള നിഖിലിനെ കാണണം, ഒപ്പം നിഖിലിന്റെ കുടുംബത്തെയും കാണണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. എന്തായാലും അതുകൊണ്ട് തന്നെ നിഖിൽ ഇന്ന് നാളെ പരീക്ഷയായിട്ട് പോലും അതെല്ലാം മാറ്റിവെച്ച ആഗ്രഹം, ഗവർണർ പറഞ്ഞ ആഗ്രഹം
ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പം എക്സൈറ്റഡ് ആണോ? ഇത് എപ്പോ കാണാൻ പോവാണ്? നമ്മൾ രാജ്ഭവന്റെ തൊട്ട് ഫ്രണ്ടിലെത്തി. അതെ അതെ, എക്സൈറ്റഡ് ആണ്. എന്താ പറയാ, കാണട്ടെ, കാണുമ്പോ എന്താണ് പറയേണ്ടതെന്ന് പറയാം. അപ്പോ ഗവർണറെ കാണുമ്പോ എന്താ പറയാൻ പോകുന്നത്? അതാ ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോ ഞാൻ മനസ്സിലൊന്നും വെച്ചിട്ടില്ല. അവിടെ എന്താണ് വരുന്നത് അപ്പൊ അതൊക്കെ പറയാം. എന്നാലും ഫാമിലിയെ കുറിച്ച് ഒക്കെ പറയണം. നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ എന്തായാലും പുള്ളിയെ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് ഞാൻ പറയും. അപ്പം അതിലെന്താണ് കിട്ടുന്നത് അത് ചെയ്യാം. നമുക്ക് വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങാം. രാജ്ഭവന്റെ മുന്നിലേക്ക് നമ്മൾ എത്തുകയാണ്. അവര് നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ രാജ്ഭവന്റെ മുന്നിലേക്ക് എത്തി വളരെ എക്സൈറ്റഡ് ആയിട്ട് പോവാണ്. നിഖിലും കുടുംബവും ഇപ്പോ അല്പസമയത്തിനകം ഗവർണറെ കാണാനായിട്ട് പോകും. നിഖിലിന്റെ അമ്മയുണ്ട്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? സന്തോഷാണോ? ഗവർണറെ കാണാൻ പോവാണ്. സന്തോഷ, നന്ദി മാത്രം. വളരെ സന്തോഷമാണ്. നിഖിലിനെ ഇത്രയും ഒരു വീഡിയോ കൂടെ വൈറലായി ഗവർണർ കാണാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് വളരെ നന്ദിയുണ്ട്. ഗവർണറോട് എന്താ പറയാൻ പോകുന്ന അമ്മ? ഗവർണർ എന്നോട് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ അതിനുള്ള മറുപടി പറയാമെന്ന് ഓർത്തു. പ്രയാസങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ നിഖിലിന്റെ. അപ്പൊ ആ പുള്ളി ചോദിക്കുന്നതിന് എന്താന്ന് വെച്ചാലുള്ള മറുപടി കൊടുക്കണം. അപ്പൊ അഭിമാനമാണ് നിഖില്. അയ്യോ, വളരെ അഭിമാനമാണ് എന്റെ മോനെ കൊണ്ട്. ഇന്ന് അവന്റെ അമ്മ എന്ന് പറഞ്ഞ് അറിയപ്പെടുകയാണ്. വളരെ സന്തോഷം. എന്താ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിലപ്പുറം. അപ്പൊ രഞ്ജിനി, അതാണ് നിഖിലും കുടുംബവും രാജ്ഭവന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗവർണർ വിളിച്ചിട്ടുണ്ട്. അവരിപ്പോ രാജ്ഭവന് ഉള്ളിലേക്ക് കയറിപ്പോകും. യെസ്, അതാണ് നമ്മളെ സംബന്ധിച്ചും. ഐശ്വര്യ, ഇതിലിപ്പോൾ നമുക്ക് എടുത്തു പറയാനുള്ള കാര്യമെന്ന് ചോദിച്ചാൽ നിഖിലിന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി സാധ്യമായി വരുന്നു. ഇന്നിപ്പോൾ ഗവർണർ രാവിലെ വിളിച്ചിരുന്നു. ഗവർണറുടെ PA ആണ് വിളിച്ചത്. ഇന്ന് വന്ന് കാണണമെന്ന് പറയുന്നു. അങ്ങനെ അവർ ഗവർണറെ കാണാൻ വേണ്ടി രാജ്ഭവന് തൊട്ട് മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഉള്ളിലേക്ക് കടക്കാൻ പോകുന്നു. ഐശ്വര്യ, നമ്മുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കും. നമ്മളെ സംബന്ധിച്ച് എത്രത്തോളം അഭിമാനകരമായൊരു നിമിഷത്തിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത്. രഞ്ജിനി, തീർച്ചയായും ന്യൂസ് 18നും ഇത് അഭിമാന നിമിഷമാണ്. കാരണം ന്യൂസ് 18നെ സംബന്ധിച്ചിടത്തോളം പാഠം 4 എന്ന പരിപാടിയുടെ ഭാഗമായി നിഖിൽ പങ്കുവച്ച നിഖിലിന്റെ അനുഭവമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതാ ഈ രാജ്ഭവന് മുന്നിൽ നമ്മൾ എത്തി നിൽക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ നാളുകളിൽ പാഠം 4ന്റെ എപ്പിസോഡിൽ നിഖിൽ പറഞ്ഞ കാര്യം കേരളം ആകെ ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിഖിലിന്റെയും അപ്പുവിന്റെയും നിഖിലിന്റെ അമ്മയുടെയും ഒക്കെ വിശേഷങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് കണ്ടിട്ട് ഗവർണർ വിളിച്ചിരിക്കുകയാണ്. ഗവർണർ നിഖിലിന്റെ കുടുംബസമേതം വന്ന് ഉച്ചയ്ക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടു. ആ ആവശ്യം അറിഞ്ഞതോടുകൂടിയാണ് നിഖിൽ ഇവിടെ എത്തിയത്. എന്തായാലും നമുക്ക് വളരെ സന്തോഷമാണ്, അഭിമാനമാണ്. നമ്മുടെ ഒരു പരിപാടിയുടെ ഭാഗമായി ഇത്തരത്തിൽ ഒരു നിഖിലിന്റെ ഒരു അനുഭവം പുറത്തു വരുന്നു. അത് കേരളം ആകെ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് തന്നെ നിഖിലിന്റെ ആഗ്രഹങ്ങളൊക്കെ, അതാണ് രഞ്ജിനി അതിൽ ഏറ്റവും സുപ്രധാനം. നിഖിൽ പങ്കുവച്ചതുപോലെ ഒരുപക്ഷെ ഈ പല ആഗ്രഹങ്ങൾ, അതായത് ഷെഫ് പിള്ള ഇടപെട്ടതടക്കമുള്ള കാര്യങ്ങൾ നിഖിലിന്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന്റെ ഭാഗമാണെന്ന് നിഖിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിഖിൽ ഗവർണറെ കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. നിഖിൽ അതാ പോവുകയാണ്. ഉള്ളിലേക്ക് വാഹനം കടത്തിവിടാനുള്ള പെർമിഷൻ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഗവർണറെ കാണാനായി ഉള്ളിലേക്ക് പോവുകയാണ്. ന്യൂസ് 18നും ഇത് അഭിമാന നിമിഷമാണ്. ഒത്തിരി സന്തോഷമുള്ള ഒരു നിമിഷമാണ്. നിഖിലിന്റെ ഒരിക്കലും നിഖിൽ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു നിമിഷം നിഖിലിന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന്. കാലാകാലങ്ങളായി അമ്മയെയും സഹോദരനെയും ചേർത്ത് നിർത്തി അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് നിഖിലാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിഖിലിനെ കാണാനായി ഈ വാർത്ത കണ്ട് നമ്മുടെ പാഠം 4ലെ അനുഭവം കണ്ട് ഗവർണർ വിളിപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം തങ്ങൾക്ക് പറയാനുള്ള, ഗവർണർ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയും. ഒപ്പം നിഖിലിന്റെ ബുദ്ധിമുട്ടുകളും നിഖിലിന്റെ കുടുംബം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ നിഖിൽ ഗവർണറോട് പങ്കുവയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമുക്ക് നിഖിലിനെ കാണാം.
അതാണ് അവരുടെ ആ അഭിമാന നിമിഷത്തിൽ, അവരുടെ ആ സന്തോഷ നിമിഷത്തിൽ നമ്മളും അതിന് സാക്ഷിയാവുകയാണ്, നമ്മളും അതിന് കൂടെ നിൽക്കുകയാണ്. വളരെയധികം സന്തോഷം, അഭിമാന നിമിഷമാണ് ന്യൂസ് 18നും ഇത്. പാഠം 4 എന്ന പരിപാടിക്ക് പിന്നാലെ നിഖിലിനെ കാണാനായി ഗവർണർ രാജ്ഭവനിലേക്ക് നിഖിലിനെയും കുടുംബത്തിനെയും ക്ഷണിച്ചിരിക്കുകയാണ്. കേസതാണ് ന്യൂസ് 18നെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിഖിലിനെയും കുടുംബത്തെയും കാണണമെന്ന് ഗവർണർ കഴിഞ്ഞ ദിവസം നിഖിലിന്റെ അമ്മയെ അറിയിക്കുന്നു. PA ആണ് നിഖിലിന്റെ അമ്മയെ വിളിച്ചത്. അതിനുശേഷം അതൊരു സർപ്രൈസ് ആയിട്ട് അമ്മ വെക്കുന്നു. ഇന്ന് രാവിലെ നിഖിലിനോട് അത് പറയുന്നു. നിഖിലിന് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഐശ്വര്യ നിഖിലുമായിട്ട് സംസാരിക്കുമ്പോഴും അതായിരുന്നു സാഹചര്യം. ഗവർണറോട് എന്ത് പറയുമെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന എന്റെ മനസ്സിലൊന്നുമില്ല, അവിടെ ചെല്ലുമ്പോൾ എന്താണ് പറയാൻ തോന്നുന്നത് അത് പറയും എന്നാണ് നിഖിൽ പറഞ്ഞത്. എന്തായാലും ഏറെ അഭിമാനകരമായ നിമിഷത്തിലൂടെയാണ് മാധ്യമ പ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഗവർണറെ കണ്ട ശേഷം നിഖിലും കുടുംബവും മടങ്ങിയെത്തും. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരിടവേള. കരിപ്പൂരിൽ വേറിട്ട രീതിയിൽ സ്വർണം കടത്താനുള്ള നീക്കം പൊളിച്ച് കസ്റ്റംസ്. ജീൻസിനുള്ളിലും ഈന്തപ്പഴ കുരുവിനുള്ളിലും ഇലക്ട്രിക് ഉണ്ണിയപ്പച്ചട്ടിക്കുള്ളിലും സുഗന്ധദ്രവ്യ രൂപത്തിലും ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയത്. 3 കേസുകളായി 1,35,00,000 രൂപയുടെ സ്വർണമാണ് പിടികൂടിയത്. കരിപ്പൂരിൽ കസ്റ്റംസുകാർ സ്വർണം പിടികൂടുന്നത് ആദ്യമായിട്ടല്ല, അത് സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ സ്വർണ്ണക്കടത്തുകാർ സ്വർണം കടത്തുന്ന രീതിയാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഇത്തവണ 3 കേസുകളിൽ നിന്നായി 1,35,00,000 രൂപയുടെ സ്വർണ്ണമാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. ഈ 3 സ്വർണ്ണക്കടത്തും വേറിട്ട രീതികളിലായിരുന്നു. ഒരാൾ ജീൻസിനുള്ളിൽ മിശ്രിത രൂപത്തിലുള്ള സ്വർണം പേസ്റ്റായി തേച്ച് പിടിപ്പിച്ചും, അതുപോലെ ഈന്ത പഴക്കുരുവിൻ്റെ ഉള്ളിൽ സ്വർണം ഒളിപ്പിച്ച് അത് ചോക്ലേറ്റ് കവറിന് ഉള്ളിൽ പൊതിഞ്ഞുമാണ് കടത്താൻ ശ്രമിച്ചത്. മറ്റൊരാൾ സുഗന്ധദ്രവ്യ ബോട്ടിലിനുള്ളിൽ രാസലായനിക്കുള്ളിൽ കലർത്തിയാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. മറ്റൊരാൾ ഇലക്ട്രിക് ഉണ്ണിയപ്പ ചട്ടിക്കുള്ളിലും ആണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. ഇതിൽ ആദ്യ സംഭവത്തിൽ ഓമശ്ശേരി സ്വദേശി ഷറഫുദ്ദീനാണ് പിടിയിലായത്. ഇയാൾ ജീൻസിനുള്ളിലും ഈന്തപ്പഴ കുരുവിനുള്ളിലുമാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. 1192 ഗ്രാം മിശ്രിത രൂപത്തിലുള്ള സ്വർണ്ണമാണ് ഷറഫുദ്ദീൻ ജീൻസിനുള്ളിൽ തേച്ച് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത്. ഇത് വേർതിരിച്ചെടുത്തപ്പോൾ 402 ഗ്രാം തൂക്കമുള്ള 24 കാരറ്റ് സ്വർണ്ണമാണ് ലഭിച്ചത്. ഇതിന് വിപണിയിൽ 25 ലക്ഷത്തോളം മൂല്യമാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ചോക്ലേറ്റ് മിഠായി കവറിൽ പൊതിഞ്ഞാണ് ഇയാൾ ഈന്ത പഴക്കുരുവിനുള്ളിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത്. ഇത്തരത്തിൽ 20 കഷ്ണം സ്വർണ്ണമാണ് കസ്റ്റംസ് കണ്ടെടുത്തത്. 141 ഗ്രാം തൂക്കവും ഇതിന് കണക്കാക്കുന്നു. 9 ലക്ഷം രൂപയാണ് ഈ ഒരു സ്വർണത്തിൻ്റെ മൂല്യം കസ്റ്റംസ് കണക്കാക്കുന്നത്. രണ്ടാമത്തെ കേസിൽ സ്വർണം കടത്താൻ ശ്രമിച്ച രീതിയാണ് ശ്രദ്ധേയം. സുഗന്ധദ്രവ്യ ബോട്ടിലിനുള്ളിൽ രാസലായനിയിൽ കലർത്തിയാണ് ലായനി രൂപത്തിലാണ് സ്വർണം ഇവിടെ കടത്താൻ ശ്രമിച്ചത്. കുമ്പള സ്വദേശി അബ്ദുൽ ലത്തീഫാണ് ഇത്തരത്തിൽ സ്വർണം കടത്താൻ ശ്രമിച്ച് പിടിയിലായത്. അക്വ റിജിയ എന്ന പറയുന്ന ഒരു രാസലായനിയിൽ അതിൽ ആണ് സ്വർണം ഇവർ കടത്താൻ ശ്രമിച്ചത്. ഇത് ഒരു നൈട്രിക് ആസിഡിൻ്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെയും ഒരു ലായനിയാണ്. ഈ രണ്ട് ആസിഡും മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ലായനിയാണ്. ഇതിൽ സ്വർണം അലിയും, പിന്നീട് ഇത് വേർതിരിച്ചെടുക്കാനും കഴിയും. അങ്ങനെ ഉള്ള യൊക്ക റിജിയ എന്ന ലായനിക്കുള്ളിലാണ് ഇയാൾ സ്വർണം കടത്താൻ ശ്രമിച്ചത്. ഈ ഒരു സ്വർണം വേർതിരിച്ചെടുത്തപ്പോൾ 83 ഗ്രാം സ്വർണം കണ്ടെടുത്തു എന്നാണ് കസ്റ്റംസ് പറയുന്നത്. 6 സുഗന്ധദ്രവ്യ കുപ്പികളിലാണ് ഇയാൾ ഈ ഒരു ലായനിയിൽ സ്വർണം കടത്താൻ ശ്രമിച്ചത്. ഈ ഒരു സ്വർണത്തിന് വിപണിയിൽ 5.5 ലക്ഷത്തോളം രൂപ വിലയാണ് കണക്കാക്കുന്നത്. മൂന്നാമത്തെ കേസ് ഇലക്ട്രിക് ഉണ്ണിയപ്പ മേക്കറിനുള്ളിലാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. 1500 ഗ്രാം തൂക്കമുള്ളൊരു സ്വർണ്ണക്കട്ടിയാണ് കസ്റ്റംസ് ഇതിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. ദുബായിൽ നിന്ന് വന്ന കോഴിക്കോട് പെരുവൽ സ്വദേശിനി ബീന മുഹമ്മദ് ആസാദാണ് ഇത്തരത്തിൽ ഉണ്ണിയപ്പ ചട്ടിക്കുള്ളിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത്. 95 ലക്ഷം രൂപയാണ് ഈ ഒരു സ്വർണത്തിൻ്റെ മൂല്യം കസ്റ്റംസ് കണക്കാക്കുന്നതാണെങ്കിലും വലിയ സ്വർണ്ണവേട്ട തന്നെയാണ് കോഴിക്കോട് കസ്റ്റംസ് നടത്തിയത്. ഈ മൂന്നാമത്തെ സ്വർണ്ണവേട്ടയിൽ DRIയുടെ കൂടി സഹായം കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ 1,35,00,000 രൂപ വില വരുന്ന സ്വർണ്ണമാണ് കസ്റ്റംസ് കരിപ്പൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18.
ഗുരുവായൂർ നഗരസഭയിൽ കേസ് മാർട്ട് നടപ്പിലായതോടെ വിവാഹ രജിസ്ട്രേഷൻ വേഗത്തിലായി. ഡാറ്റാ സംവിധാനങ്ങളുടെ ഓൺലൈനിൽ പൂർത്തിയാക്കിയാൽ വരനും വധുവും നഗരസഭയിൽ എത്താതെ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനാകും. കേസ് മാർട്ട് വന്നതോടെ 10 മിനിറ്റ് കൊണ്ട് വിവാഹ രജിസ്ട്രേഷൻ നടത്താവുന്ന നഗരസഭയായി ഗുരുവായൂർ മാറി. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ രജിസ്ട്രേഷൻ അരമണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിഞ്ഞത് കേസ് മാർട്ട് വന്നതുകൊണ്ടാണ്. ഡോക്യുമെന്റേഷനുകളെല്ലാം റെഡിയായി ഓൺലൈനിൽ അപേക്ഷ നൽകിയാൽ 10 മിനിറ്റ് കൊണ്ട് നാടിന്റെ ഏത് കോണിൽ നിന്നും വിവാഹ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. ഇതിനായി വരനും വധുവും ആപ്ലിക്കേഷനിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. വീഡിയോയിൽ വരനും വധുവും വിവരങ്ങൾ നൽകണം. അപ്പോൾ അവരുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലേക്ക് OTP വരും. ഇത് ലോഡ് ചെയ്ത് കൊടുത്താൽ വിവാഹ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നഗരസഭയിൽ കുടുംബവുമായി വരനും വധുവും വന്ന് സമയം ചിലവഴിക്കേണ്ടതില്ല. കേസ് മാർട്ട് വന്നതോടുകൂടി ഗുരുവായൂരിൽ വരാതെ തന്നെ അവരവർക്ക് അവരവരുടെ വീടുകളിലിരുന്ന് തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനമായതോടുകൂടി വളരെ വേഗതയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ കേസ് മാർട്ട് നടപ്പിലായതിനു ശേഷം ഇതുവരെയുള്ള കണക്ക് നോക്കിയാൽ ഏകദേശം 154 വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്ത് തത്സമയം സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭ്യമായിട്ടുണ്ട്. വളരെ അപൂർവം വിവാഹങ്ങളുടെ അപേക്ഷകളിലുള്ള ന്യൂനതകൾ കാരണം അത് ചിലത് മാറ്റിവെച്ചിട്ടൊഴികിയാൽ നേരിട്ട് ഇവിടെ രജിസ്റ്ററുടെ ലോഗിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. വിവാഹ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായി കല്യാണ മണ്ഡപത്തിന് സമീപം തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേസ് മാർട്ട് വന്നതിന് ശേഷം 153 വിവാഹങ്ങൾ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. ന്യൂസ് 18 ഗുരുവായൂർ. ഇടവേള. ക്ലീൻനെസ്